കേരളോത്സവത്തിന് തിരിതെളിഞ്ഞു. ഇന്നു മുതൽ ഒക്ടോബർ 26 വരെ ആയിരിക്കും മത്സരങ്ങൾ നടക്കുക. ഒറ്റപ്പാലം നഗരസഭയും കേരള സംസ്ഥാന യുവജന ബോർഡും സംയുക്തമായി സംഘടിപ്പിക്കുന്ന കേരളോത്സവത്തിന് ഇന്ന് തിരിതെളിഞ്ഞു. ഒറ്റപ്പാലം നഗരസഭാ അധ്യക്ഷ കെ ജാനകി ദേവി ഉദ്ഘാടനം നിർവഹിച്ചു. പ്രതിസന്ധികൾ നമ്മുടെ കുട്ടികൾ നേരിടുന്നുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മറ്റും അതിൽ നിന്നെല്ലാം കുട്ടികളെ തിരിച്ച് നല്ല കാര്യങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം നമുക്ക് കേരളോത്സവത്തിനോടനുബന്ധിച്ച് നടത്താൻ പറ്റും. കേരളോത്സവത്തോടനുബന്ധിച്ച് അവരുടെ കളികളിൽ ഏർപ്പെടുകയും ഒരു നല്ല ചിന്തകൾ അതിനോടൊപ്പം പങ്കിടുകയും ചെയ്യും, കൂടിച്ചേരുകയും പങ്കിടുകയും ചെയ്യും. വേറെ കളികൾ നമുക്ക് ഇനി വരാൻ പോകുന്ന ഇതിനെല്ലാം എല്ലാവരുടെ പങ്കാളിത്തം നന്നായിട്ടുണ്ടായിരുന്നു. സംഘാടന സമിതികൾക്ക് എല്ലാവരും നല്ല രൂപത്തിലാണ് അതിന് രൂപം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മൾ തുടക്കം എടുക്കുകയാണ്. ഇനി നമുക്ക് വോളിബോൾ മറ്റും നടക്കുന്നുണ്ട്, നമ്മുടെ ഫുട്ബോളൊക്കെ ടൂർണമെൻറ്റുണ്ട്. അതേപോലെ തന്നെ കായിക ഉത്സവങ്ങൾ നമ്മുടെ സ്കൂളിൽ വരുന്ന ദിവസങ്ങളിലുണ്ട്. എല്ലാം പ്രോഗ്രാം ചെയ്ത് സാധ്യത പ്രകാരം നമുക്ക് നടന്നു പോകും. ഇന്ന് നമുക്ക് കാലാവസ്ഥയ്ക്ക് അനുകൂലമാണ്. എന്തൊക്കെ നമുക്ക് പ്രതിസന്ധികളുടെ കാലാവസ്ഥ എന്തായാലും നമ്മുടെ കേരളോത്സവം നമ്മൾ നല്ല രീതിയിൽ തന്നെ നടത്തും. തുടക്ക ദിനമായ ഇന്ന് കലാമത്സരങ്ങളും വോളിബോൾ മത്സരങ്ങളും നടന്നു. ഞായറാഴ്ച അത്ലറ്റിക്സ് മത്സരങ്ങളും ഒക്ടോബർ 7 ചെസ് മത്സരങ്ങൾ ഒറ്റപ്പാലം നഗരസഭാ ഹാളിലും 11, 12 തീയതികളിൽ ക്രിക്കറ്റ് മത്സരങ്ങൾ മന്നം മെമ്മോറിയൽ സ്കൂളിലും 13 ഷട്ടിൽ ബാഡ്മിന്റൺ മത്സരങ്ങൾ CSN ഓഡിറ്റോറിയത്തിലും നടക്കും. 25, 26 തീയതികളിൽ നടക്കുന്ന ഫുട്ബോൾ മത്സരങ്ങൾ NSS കോളേജിലും 26 സമാപനം NSS കോളേജിലും നടക്കും. ഉദ്ഘാടന ചടങ്ങിൽ സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ അബ്ദുൾ നാസർ, മായ, ലത, കൗൺസിലർമാരായ അനിത, ശിവദാസ്, പ്രസീത, ശ്രീകുമാർ, രഞ്ജിത്ത്, ഗോപൻ, അക്ബർ, ഗംഗാധരൻ, നഗരസഭാ സൂപ്രണ്ട് മുരളി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു.